ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന കെ.ജെയുടെ സ്ഥലം മാറ്റം വിവാദത്തിൽ. പകർച്ചവ്യാധി പടർന്നു പിടിക്കുമ്പോൾ 15 ദിവസം അവധിയെടുത്തു എന്ന കാരണം പറഞ്ഞാണ് റീനയെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടറായി മാറ്റി നിയമിച്ചത്. എന്നാൽ 15 ദിവസം അവധിയെടുത്തെന്ന കാരണം പറഞ്ഞാണ് സ്ഥാനമാറ്റം. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെയും സ്ഥലം മാറ്റം ഉത്തരവിലെ പരാമർശത്തെയും പൊളിക്കുന്ന രേഖകൾ പിന്നീട് പുറത്തുവന്നു. 2.5 ദിവസത്തെ അവധിയാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് റീന ആവശ്യപ്പെട്ടത്. വകുപ്പിലെ അനധികൃത സ്ഥലം മാറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ റീനയെ സ്ഥലം മാറ്റിയെന്ന ആരോപണമാണ് ഇതോടെ ശക്തമാകുന്നത്. റീനയെ തരം താഴ്ത്തി നിയമിച്ചത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷവും രംഗത്തെത്തി. ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ഡോക്ടർ റീനയുടെ സ്ഥലം മാറ്റമാണ് വിവാദമാകുന്നത്. ഇന്നലെയാണ് റീനയെ പബ്ലിക് ഹെൽത്ത് ലാബ് ഡയറക്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയത്. 15 ദിവസം അവധി അപേക്ഷിച്ചു. അതായത് സംസ്ഥാനത്ത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 15 ദിവസത്തെ അവധി അവർ അപേക്ഷിച്ചു. അതുകൊണ്ടാണ് സ്ഥിരം ഡയറക്ടർ വേണ്ടെന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അവരെ സ്ഥലം മാറ്റുന്നതാണ് സ്ഥലം മാറ്റ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ആരോഗ്യമന്ത്രി കെ മുരളീധരനും അതേ നിലപാടാണ് സ്വീകരിച്ചത്. റീന 15 ദിവസം അവധി അപേക്ഷിച്ചു. ഈ സാഹചര്യത്തിൽ അതിന് കഴിയില്ല. കാരണം നിപ്പ ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങൾ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുകയാണ്. ആ സാഹചര്യത്തിൽ റീനയ്ക്ക് റീനയെ അഡീഷണൽ ഡയറക്ടർ പദവിയിൽ ഒരു സ്ഥിരം ആൾ വേണമെന്ന നിലപാട്. അതുകൊണ്ടാണ് സ്ഥലം മാറ്റിയെന്നാണ് കെ മുരളീധരനും വ്യക്തമാക്കിയത്. അവർ ലീവ് എടുക്കാൻ 15 or 2 ദിവസം എന്നുള്ളതില്ല. ഈ ഒരു കാരണം കൊണ്ടും സർക്കാരിന്റെ ആലോചിക്കാതെ ചില നടപടികൾ സ്വീകരിച്ചതുകൊണ്ടും അവരെ മാറ്റി. എന്നാൽ സ്ഥലം മാറ്റ ഉത്തരവിലെ ഈ പരാമർശത്തെയും മന്ത്രിയുടെ വാദത്തെയും തള്ളിക്കളയാൻ തെളിവുകളാണ് പുറത്തു വന്നത്. റീന ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ അവധി അപേക്ഷയിൽ പറയുന്നത് 2.5 ദിവസത്തെ അവധിയാണ്, കാഷ്വൽ ലീവാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 15 ദിവസം അവധി അപേക്ഷിച്ചു എന്ന മന്ത്രിയുടെയും അതുപോലെ തന്നെ ഈ ഉത്തരവിലെയും വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന തെളിവുകളാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. മറ്റു പ്രധാനപ്പെട്ട ആരോപണം ഇവർക്കെതിരെ ഉള്ളത് ശബരിമലയിൽ ഡോക്ടർമാരുടെ സേവനം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതിന് കഴിയില്ല, ഡോക്ടർമാരെ ഇനി വിട്ടു നൽകാൻ കഴിയില്ല, ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കണമെന്ന ആവശ്യം ഇവർ കത്തിലൂടെ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് കൂടിയാണ് ഇവരെ മാറ്റുന്നത്. അത്തരത്തിൽ സർക്കാരിനോട് ആലോചിക്കാതെ ഉദ്യോഗസ്ഥർക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. ചില നടപടികൾ ഗവൺമെന്റുമായിട്ട് ആലോചിക്കാതെ ചെയ്യും. ഇപ്പോൾ ശബരിമലയിൽ തന്നെ ഡോക്ടർമാരുടെ സേവനം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ഒരു ഗവൺമെന്റ് വന്ന് ആ ഗവൺമെന്റിലെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ചാർജ് എടുത്ത് 48 മണിക്കൂറിന് മുമ്പ് അവരുമായിട്ട് ആലോചിക്കാതെ ഒരു ലെറ്റർ കൊടുത്തു. അത് തെറ്റാണ്. അപ്പോൾ ഗവൺമെന്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ കത്ത് കൊടുത്തത് ശരിയല്ല. അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. എന്നാൽ ഇതിലും പൊരുത്തക്കേടുകളുണ്ട്. ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരെ വിട്ടു നൽകാൻ കഴിയില്ലെന്ന ഈ മീറ്റിംഗിൽ അല്ലെങ്കിൽ കത്തിൽ ഇവർ ഒരിടവും പറയുന്നില്ല. ദേവസ്വം കമ്മീഷണറുടെ ആവശ്യപ്രകാരം അഡീഷണൽ ഡയറക്ടർ പങ്കെടുത്ത യോഗത്തിന് ശേഷമാണ് ഒരു കത്ത് ഡയറക്ടർ നൽകിയത്. അതിൽ പറയുന്നത് ദേവസ്വം ബോർഡ് കൂടി സഹകരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാം, പകരം സംവിധാനങ്ങൾ ഉൾപ്പെടെ ആലോചിക്കണമെന്ന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഡോക്ടർമാരെ വിട്ടു നൽകാൻ കഴിയില്ല എന്ന് കത്തിൽ ഒരിടത്തും റീന പറയുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ആരോഗ്യവകുപ്പിന്റെ ഈ നീക്കം വലിയ വിവാദമായിരിക്കുകയാണ്. കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചില അനധികൃത സ്ഥലമാറ്റങ്ങൾ, അതായത് മറ്റു വകുപ്പുകളിലെ പോലെ ആരോഗ്യ വകുപ്പിലും ജീവനക്കാരുടെ സ്ഥലമാറ്റം നടത്തണമെന്ന വലിയ സമ്മർദ്ദം ജീവനക്കാരുടെ സംഘടനകൾ, കോൺഗ്രസ് അനുകൂല സംഘടനകൾ ഡയറക്ടർ മേൽ ചുമത്തിയിരുന്നവർ അതിന് വഴങ്ങിയില്ല. അതുകൊണ്ട് കൂടിയാണ് അവരെ സ്ഥലം മാറ്റുമെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. മാത്രമല്ല കെ കരുണാകരൻ്റെ ഡോക്ടറായിരുന്ന വിശ്വസ്തനായിരുന്ന ഉണ്ണികൃഷ്ണനെ അഡീഷണൽ ഡയറക്ടറായി അടുത്തിടെ നിയമിച്ചിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഷാൾ അണിഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ വിവാദമായിരുന്നു. ഉണ്ണികൃഷ്ണനെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായി കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് റീനയെ മാറ്റിയെന്ന ആരോപണവും ശക്തമാവുകയാണ്. റീനയുടെ സ്ഥലം മാറ്റം മാത്രമല്ല, അത് സ്ഥാനം തരം താഴ്ത്തൽ കൂടിയാണെന്ന ആരോപണവുമായി മുൻ ആരോഗ്യമന്ത്രി പി.കെ. ശ്രീമതി അടക്കമുള്ളവർ രംഗത്ത് വന്നു. പ്രതിപക്ഷം ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. റീനയോട് സർക്കാർ കാട്ടിയത് അനീതിയാണ്, തിരുത്തണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. തുടർച്ചയായി UDF സർക്കാരിലെ ഉദ്യോഗസ്ഥ നിയമനങ്ങൾ വിവാദത്തിലാവുകയാണ്. റീനയുടെ ഈ സ്ഥലം മാറ്റവും വലിയ വിവാദമായി ഇതിനകം മാറിക്കഴിഞ്ഞു. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.